ഹലോ ദേർ, ദിസ് ഈസ് യുവർ ജാക്സൺ CPM ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ന്യൂ അപ്ഡേഷന് ശേഷം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അപ്ഡേഷൻ വരട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം വന്നിട്ട് അത്യാവശ്യം കുറേ ദിവസമായിട്ടുണ്ട്. ഇത് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ വെറൈറ്റി റൗണ്ടിങ് കൊണ്ടാണ്, ഫുഡ് കൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മുടെ ഗാരേജ് ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം കുറച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വീടിടാൻ പറ്റാണ്ടിരുന്നതെന്ന് അവരാലോചിച്ച് നമ്മുടെ ഇതിൽ ഒരു പുതിയൊരു വണ്ടിയും കൂടെ ഇറക്കണം വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ നമ്മുടെ ഗാരേജിലായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സെയിലുണ്ട്. ഞാൻ എന്തായാലും സെയിൽസിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പണി എടുപ്പിക്കാനുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഗാരേജിലേക്ക് വിടണം, ഇവനൊന്ന് പണിയെടുപ്പിക്കണം. ഒരു വെറൈറ്റി ഡിസൈനായിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മൈൻഡിൽ രണ്ട് ഇതുണ്ട്, ഓഫ് റോഡിങ് വേണോ ഇൻഡോനേഷ്യ വേണോ എന്നുള്ളൊരിതിലാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഈ വണ്ടിക്ക് ഓഫ് റോഡിങ് ആണോ ഇൻഡോനേഷ്യ സ്പെക്കിലേക്ക് പണി തീർക്കണോ, ഏതാണോ വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഈ വണ്ടിയിൽ ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ ഫുള്ളി കൂളിങ് വെച്ചിട്ട് ഫ്രണ്ട് മാത്രം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയൊക്കെ അത്യാവശ്യം എനിക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് കൂടിയാണ് ഈ വണ്ടി ഞാൻ എടുത്തത്. പിന്നെ ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഓവർ ഇഷ്ടപ്പെട്ടില്ല, ഫ്രണ്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, സാധനം എടുത്തു, നോക്കിയില്ല. പിന്നെ ഗാരേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പണിൻ്റെ ടൈമിന് അത്യാവശ്യം ഫ്രണ്ടിൽ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കിയിരുന്നു. പിന്നെ ചൂടുകാലം ആയതുകൊണ്ട് ആ ഗ്രാസിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. അതുകൊണ്ട് അത് മൊത്തത്തിൽ നമ്മൾ റിമൂവ് ആക്കി. പിന്നെ തെങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. പിന്നെ അത് വേറെ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഗാരേജിൻ്റെ വർക്ക് ഏകദേശം ഒന്ന് വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഇത് ഏകദേശം മൊത്തത്തിൽ നമ്മൾ പഴയ മാതിരി തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ഗാരേജിൻ്റെ പണി ഏകദേശം തീരുക. പണിക്കാരൊക്കെ ഏകദേശം വന്നിട്ട് ഫ്രണ്ടത്തെ മതിലും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒഴിവാക്കി, ഗ്രാസ് ചെയ്തു ഫുള്ള്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി മതിൽ സെറ്റ് ചെയ്താൽ ഇപ്പോൾ ഗാരേജിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ MJ ഗാരേജിൽ നിന്ന് അടിച്ച ബോർഡ് വരെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഈ വണ്ടി മാത്രം ഇപ്പോൾ നമ്മൾ ഗാരേജിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. ബാക്കിയുള്ളൊക്കെ ഓരോ സ്ഥലത്താണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം ഓരോരോ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ. നമുക്കിങ്ങനെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നൊരു ഗേറ്റാണ്. ഇങ്ങനെ ഓക്കെ, അങ്ങനെ ഈ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ അങ്ങനെ ഇതുണ്ട്. നിങ്ങളിനി നമ്മുടെ ആ വണ്ടി ഏതാണോ വർക്ക് ചെയ്യേണ്ടത്, ഓഫ് റോഡ് സ്പെക്ക് വേണോ ഇൻഡോനേഷ്യ സ്പെക്ക് വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി. ആ വണ്ടി ഇറങ്ങുന്ന കറക്റ്റ് ദിവസം തന്നെ നമ്മുടെ ഈ ഗാരേജിൻ്റെ പണി ഫുള്ള് തീർന്ന് നല്ല അടിപൊളിയായിട്ടേക്ക് ഇറങ്ങുക. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വണ്ടി എങ്ങനെയാണെന്ന്. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.